പ്രിയ സിംഹകുട്ടി പ്രേക്ഷകരെ, ഇന്ന് ഒരു മലയാള ചിത്രം കണ്ടു കുടുംബമായിട്ട്. ബ ഭ ബ, ഭയം, ഭക്തി, ബഹുമാനം. ദിലീപും മോഹൻലാലും അഭിനയിച്ച സിനിമ ട്രിവാൻഡ്രത്തെ ഏരീസ് പ്ലസിൽ നിന്നാണ് കണ്ടത്. അവിടെ തന്നെയാണ് ഇന്ന് അവതാറും കണ്ടത്. അവതാർ കണ്ടതിന് ശേഷം ഏരിയസ് പ്ലസിൽ നിന്ന് കണ്ട സിനിമയാണ്. ഈ സിനിമ അത്യാവശ്യം ഇപ്പോൾ 25 കോടി കളക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയാം, തിരിച്ചുവരവെന്ന് പറയാൻ പറ്റിയ ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് എൻ്റെ അടുത്ത് നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ അതിന് 2 ആൻസർ എനിക്ക് പറയേണ്ടി വരും. ഒന്ന്, ഈ പടം തുടങ്ങി ഇന്റർവെല്ല് വരെ നല്ല കൂറപ്പടമാണ്. അങ്ങനെ തന്നെ പറയണ്ടത്, നല്ല ഒന്നാം തരം കൂറപ്പടം. പടം സ്റ്റാർട്ട് ചെയ്ത് ഇന്റർവെല്ല് വരെ, ഇന്റർവെല്ലിന് ശേഷം പടം നന്നായിട്ടുണ്ട്. പടം തുടങ്ങി ഇന്റർവെല്ല് വരെ ഒരു വിധത്തിലും സീരിയൽ നിലവാരം പോലും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും, ഇന്റർവെല്ല് വരെ. പക്ഷെ ഇന്റർവെല്ല് കഴിഞ്ഞതിന് ശേഷം പടത്തിൽ പറയുമ്പോൾ ഒരു ലോജിക്കൊന്നുമില്ലാത്ത നല്ല സമയം ടൈം പാസ് ചെയ്യാൻ പറ്റിയ പടം. ഇന്റർവെല്ലിന് ശേഷം 1.5 മണിക്കൂറുണ്ട്. ആ 1.5 മണിക്കൂർ നല്ല ടൈം പാസ്സാണ്. ഇന്റർവെല്ലിന് മുമ്പേ 1 മണിക്കൂർ ഉണ്ട്, 1 മണിക്കൂർ സംതിങ്. ആ 1 മണിക്കൂറും നല്ല കാത്തിലാകുവാണ്. പിന്നെ ഇത് എൻ്റെ അഭിപ്രായമാണ്. പക്ഷെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ സിനിമ പോണത് ഒരു വീഡിയോ ഗെയിം. നിങ്ങളൊരു വീഡിയോ ഗെയിം കളിക്കില്ലേ, പബ്ജിയൊക്കെ കളിക്കൂലേ? പബ്ജിയൊക്കെ പഴയ ഗെയിം. നിങ്ങളൊരു 3 മിനിറ്റുള്ള 2 മിനിറ്റ് അല്ലെ 2-3 മിനിറ്റ് കൊണ്ട് ടക്കണ തീരുന്ന വീഡിയോ ഗെയിമുകളുണ്ടല്ലോ. അങ്ങനെ ഒരു വീഡിയോ ഗെയിം കളിച്ചാൽ എങ്ങനെ ഇരിക്കും? അതേപോലത്തെ ഒരു വീഡിയോ ഗെയിം മൂവിയാണതൊരു. അങ്ങനെ ഒരു വീഡിയോ ഗെയിം പോലെ കണ്ടാൽ മതി. അപ്പം അങ്ങനെയാണ് ഈ പടം പോണത്. ഒരു വീഡിയോ ഗെയിം പോലെയാണ് ഇതിൻ്റെ പോക്ക്. ഇന്റർവെല്ലിന് ശേഷം മാത്രമാണ് ഈ പടം ഒരിത്തിരി നല്ല ഒരു എന്റർടൈൻമെന്റിലോട്ട് പോണത്. ബാക്കിയെല്ലാം ഒരു വീഡിയോ ഗെയിം ലെവലിൽ പോണതുകൊണ്ട് ന്യൂജൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ന്യൂജൻ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ രീതിയിലാണ് പടം മേക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും ഒരു ഓവർ എക്സ്പെക്റ്റ്, വളരെ വേഗത്തിൽ പോകുന്ന, എന്ത് പറയണേ, ഒരു കമ്മിറ്റഡ് അല്ലാത്ത, ഒന്നിനോട് ഒരു റെസ്പോൺസ് ഇല്ലാത്ത തേപ്പ്. അതിനെ തേപ്പെന്നല്ല പറയണത്. എനിക്ക് ആ പുതിയ ഒരു 20-25 കാലഘട്ടത്തിൽ, അത് നമ്മുടെ ഇപ്പോഴൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന, ഒരു 10 വർഷം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന റണ്ണില് ആ സെൽഫ് ലൈഫ് മീൻസ് അവനവന്റെ വിജയം, അതിനു വേണ്ടി എന്തും കാണിക്കും. അവിടെ മറ്റൊരു വിഷയമില്ല. അതൊരു വീഡിയോ ഗെയിം എന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊന്നില്ല അവിടെ. അതായത് ഫുൾ ഉടായിപ്പ് എന്ന് തന്നെ, അത് അങ്ങനെയല്ലേ പറയാം. അപ്പൊ അങ്ങനെ എങ്ങനെയും ഗെയിം ജയിക്കുക ഏത് വഴിക്ക്. അപ്പൊ അങ്ങനെ ഒരു ഒരു ലെവലാണ് ഈ പടത്തിന്റെ തുടക്കം മുതൽ ഇന്റർവെല്ല് വരെ. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മളിത്തിരി കുറച്ച് പഴയ ആൾക്കാരില്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്റർവെല്ല് വരെ അട്ടാർ ഫ്ലോപ്പാണ് ഫീൽ ചെയ്തത്. അത് ഞാൻ തുറന്നു പറയുന്നത്. അട്ടാർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങേറ്റം നമ്മൾ ഈ പഴയ കാലത്തൊക്കെ പറയില്ലേ, നമ്മൾ ഒരു തലയ്ക്കകത്ത് ബോധമില്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുക. ഒരു നോളജ് അല്ല ഇതിനകത്തുള്ള വിഷയം. നമ്മൾ ഏറ്റവും താഴെ ലെവലിൽ ഇറങ്ങിയിരുന്നപ്പോൾ ഒരു ശരാശരി നിലവാരം ഉണ്ടാവും. ആ ഒരു നിലവാരമില്ലാത്ത ഒരു മലയാള സിനിമയുടെ ഒരു സീരിയലിന്റെ എഫക്റ്റ് പോലും വരാത്ത ലെവലിൽ പോകുന്ന ആദ്യ പകുതി വരെ. പക്ഷെ അത് പുതിയ ജനറേഷനിലൊക്കെ അത് അവർക്ക് വേർത്താണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവർക്കത് വേർത്താണ്. അവിടെ കൈയടിക്കുന്നുണ്ട്, അവർ കൂവുന്നുണ്ട്. പ്രേക്ഷകർ തിയേറ്ററാണെങ്കിൽ ഫുള്ളാണ്, ഒരു സീറ്റ് പോലും ഓർക്കല്ല. വലിയ തിയേറ്ററാണ്, 800-850 സീറ്റ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററാണ്. ഒരു സീറ്റ് പോലും ഒഴിഞ്ഞു കിടക്കില്ല. രാത്രി 12 മണിക്കുള്ള ഷോയ്ക്കൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയാണ് പോണ പടം. പിന്നെ ഇന്റർവെല്ലിന് ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പടം നല്ല എന്റർടൈനറാണ്.
നല്ല രീതിയിൽ മോഹൻലാലിന്റെ എൻട്രി, വിനീത് ശ്രീനിവാസന്റെ മോന്റെ രണ്ടാമത്തെ മകന്റെ വരവ് ഉണ്ട്. അത് ഇന്റർവെല്ലിന് തൊട്ട് മുൻപായിട്ട് ആ പയ്യൻ വരും. അത് മുതൽ നമ്മൾ ഒരു പുതിയ തലമുറയുടെയൊക്കെ ഒരു ഡയലോഗ് അടി, പുതിയ തലമുറ എന്നല്ല നമ്മളുമല്ല, അതൊക്കെ നമ്മളെയും പെടുത്താം, നമ്മളൊക്കെ അങ്ങനെയല്ലല്ലോ പോണത്. പുതിയത് പഴയതൊന്നുമില്ല. നല്ല അന്നത്തെ തലമുറ അങ്ങനെ നല്ല പ്രസന്റ് ഡയലോഗ് അടി സ്റ്റാർട്ട് ചെയ്തതും നമുക്ക് കുറുക്കി കൊള്ളുന്ന കുറെ ഡയലോഗുകളൊക്കെ വെച്ച് മെല്ലെ മെല്ലെ ഇന്റർവെല്ലിന് ഒരു 15 മിനിറ്റ് മുമ്പേ, ഒരു 10-12-15 മിനിറ്റ് മുമ്പേ ആണ് നമ്മുടെ ശ്രീനിവാസൻ മോന്റെ രണ്ടാമത്തെ മകന്റെ എൻട്രി തുടങ്ങുന്നത്. അത് മുതൽ പടം കയറി തുടങ്ങുമ്പോട്ട് പിന്നെ അത് നല്ലൊരു എന്റർടൈനറായിട്ട് മാറും. ഈ ഒരു എന്റർടൈനറായിട്ട് നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബബ്ബാക്കി ഭയം ഭക്തി ബഹുമാനത്തിന് ടിക്കറ്റ് എടുക്കാം. അതിലൊരു മാറ്റവും ഇല്ല. നിങ്ങളെ കുട്ടികൾക്കും കുടുംബമായിട്ടൊക്കെ പോയി ടിക്കറ്റ് എടുത്ത് സിനിമ തിയേറ്ററിൽ കാണാം. പക്ഷേ തിയേറ്ററിൽ കാണാൻ പോകുമ്പോഴും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഹെവി ലാഗ് തന്നെയാണ്. ചെറിയ ലാഗ് എന്നൊന്നുമല്ല എന്നെ പറയുന്നത്, ഒരു ടോപ്പ് ക്ലാസ് ലാഗ്. ഒരു ഇറങ്ങി പോയാൽ മതി എന്നൊക്കെ ചിലപ്പോൾ മനസ്സുകൊണ്ട് തോന്നിപ്പോവും. പക്ഷെ അത് എന്നെ പോലുള്ളവർക്ക്, പക്ഷെ പ്രേക്ഷകരിൽ കുറേ പേർക്ക് അത് അക്സെപ്റ്റ് ഉണ്ട്. പുതിയ തലമുറയ്ക്കെന്നല്ല, കുറച്ച് പേർക്ക് അത് അക്സെപ്റ്റുമാണ് എന്നാണ്. പക്ഷെ പിന്നീട് ഈ പടം പോണതിൽ പടത്തിന്റെ തുടക്കം പറയണത് ഇതിലൊരു ലോജിക്കില്ല, നോ ലോജിക്ക്, മറ്റൊന്നുമില്ല, പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ആഫ്റ്റർ ഇന്റർവെല്ലിന് ശേഷം ഞാൻ പ്രിയ പ്രേക്ഷകർക്ക് പറയുന്നു, ഇതിലൊരു കഥയുണ്ട്, ഇതിലൊരു ലോജിക്കുണ്ട്, കൃത്യമായിട്ട് അതിൻ്റെ പ്രസൻറ്റിങ് കപ്പാസിറ്റി ഉണ്ട്, സിനിമയ്ക്ക് വേണ്ടിയ തിരക്കഥയെല്ലാം കൃത്യമായിട്ടുണ്ട്. ഇതിൽ കഥയൊന്നും ഇല്ലാതെയൊന്നുമില്ല, കഥ ഇന്റർവേഷൻ കൃത്യമായിട്ടുണ്ട്. അതിലും ഞാൻ പറയില്ല, ഈ ബ്ലോഗേഴ്സ് പറയണൊക്കെ ഈ കുറെ പല മണ്ടത്തരങ്ങൾ കേൾക്കുമ്പോൾ വിഷമമുള്ളതാണ്. ഒരു ലോജിക്കില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടോ എന്ന് പറയുന്നത് പടത്തിൽ കൃത്യമായിട്ട് അത് കാണിക്കുന്നുണ്ട്. അത് യഥാർത്ഥമാണ്. ഇന്റർവെല്ലിൽ വരെ ഒരു ലോജിക്കും ഇല്ല. അത് കഥയിലായാലും ഇല്ല, സ്ക്രിപ്റ്റിലായാലും ഇല്ല, കേൾക്കണ നമുക്കായാലും ഇല്ല, ആർക്കും ഇല്ല എന്ന് തന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ഇത്തിരിയെങ്കിലും ഒരു ചിരിക്കാറ് എന്തെങ്കിലും എനിക്ക് ചിരിക്കാൻ ഒരു പ്രസന്റ് ജോലി എനിക്കൊന്നും ഫീൽ ചെയ്തില്ല എന്നല്ല, അത്രയ്ക്ക് അത്ര തറ പരിപാടി. ചില കുറെ കുട്ടികളൊക്കെ എടുത്ത് ചിരിക്കുന്നുണ്ട്. എൻ്റെ മകനൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു ആ ഇന്റർവെല്ല് വരെ പോലും. പക്ഷെ എനിക്ക് ഒട്ടും ഇതില്ല. വൈഫിനും ഇന്റർവെല്ല് വരെ ഒന്നും പടം അൺസക്സസ് ആയിരുന്നു. ഇന്റർവെല്ലിന് ശേഷം നന്നായിട്ട് കത്തി എന്റർടൈനറായിട്ട് കത്തി കയറിയിട്ടുണ്ട്. എന്നെ അങ്ങനെ പിന്നെ പോകുന്ന ഒരു ചിത്രമാണ്. അപ്പൊ ഇതിൽ പടത്തിൽ ലോജിക്ക് ഇല്ല എന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിൽ ലോജിക്ക് ഉണ്ട്. ഇന്റർവെല്ല് ഒരു ലോജിക്കും ഇല്ല. പിന്നെ നമ്മൾ പറഞ്ഞ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസത്തിന്റെ എൻട്രിയും മറ്റെല്ലാം കൂടെ ആകുമ്പോഴേക്കും പടം നല്ലൊരു ലെവൽ ഓഫ് റേഞ്ചിൽ തന്നെ മാറും എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈനറായിട്ട് മാറും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പോയി ടിക്കറ്റ് എടുക്കാം, കുട്ടികളോട്ട് പോകാം, എല്ലാവരോട്ടാണോ. ഇതിൽ ഏജ് ഡിഫറൻറ്റ് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. 1 വയസ്സായ കുട്ടിക്കും പോയി കാണാം. അങ്ങനെയുള്ളൊരു സിനിമയാണ്. പിന്നെ ദിലീപിന്റെ സ്വതസിദ്ധമായ ഡയലോഗുകളും എല്ലാം ഉണ്ട്. പക്ഷെ ഇതിൽ മോഹൻലാലും ദിലീപും കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴത്തേക്കും പിന്നെ ആ സീനെല്ലാം നല്ല അടിപൊളി, എന്റർടൈൻമെന്റിൽ നല്ല അടിപൊളി. മോഹൻലാലിനെ ദിലീപിനെ കണ്ട സഹോദരങ്ങളെ പോലെ തോന്നും, അനിയനും ചേട്ടനും പോലെ. പിന്നെ ഈ പടത്തില് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും മോഹൻലാൽ എന്ന് പറയുന്ന നടന് ഇതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ പടം അടാർ പരാജയമായി പോയെന്ന്. മോഹൻലാലിനെ എവിടെ അത് പ്രസന്റിൽ കൊണ്ടുവരാൻ സ്ക്രിപ്റ്റ് ഡയറക്ടറോ ദിലീപോ ആരൊക്കെ അവർ തീരുമാനിച്ചെങ്കിലും അത് തന്നെയാണ് ഈ പടത്തിന്റെ വിജയം. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഇതിൽ നിന്ന് മാറ്റുമെങ്കിൽ ഈ പടം അടാർ പരാജയമായി പോയെന്ന്. പിന്നെ ഈ പടത്തിന്റെ എൻട്രിയിൽ SK സൂര്യയുടെ വരവ്, അത് അടുത്ത പാർട്ടിലേക്കെന്ന പോലെ ഒരു സസ്പെൻസിൽ പോയി നിൽപ്പുണ്ട്. ബാക്കി കഥയൊന്നുമില്ല, കഥയൊന്നും അങ്ങനെ ലോജിക്കില്ല. ഇന്റർവ്യൂവിന് ശേഷം നല്ല ആത്മീയമായിട്ട് കുറച്ച് കഥ, അതൊക്കെ അവിടെ ലോജിക്കൊക്കെ വന്നിട്ടുമുണ്ട്. അല്ലാതെ ഈ നമ്മൾ പിന്നെ വെടിവെപ്പും മറ്റു കാര്യങ്ങളും വരുമ്പോൾ ഒരു ലോജിക്കില്ല. അത് ആയിരക്കണക്കിന് പോലീസുകാരെയൊക്കെ വെടിവെച്ചിടും, അതൊക്കെ കറക്റ്റ്. അത് ലോജിക്ക് വേണ്ട ഈ പടത്തിന് ഒരു ലോജിക്കിന്റെ ആവശ്യമില്ല. അത് കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നത് കൃത്യമാണ്, അത് അവർ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ തീരെ ലോജിക്കില്ലാതില്ല എന്നാണ് ഞാൻ ഇന്റർവ്യൂവിന് ശേഷം പറയുന്നത്. മോഹൻലാലിന്റെ എൻട്രി ഇതെല്ലാം കൂടെ ആകുമ്പോഴും നല്ല നല്ല രീതിയിൽ ഇന്റർവെല്ല് ഞങ്ങളുടെ കാത്തിക്കാറുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഡാൻസ് പറയാതിരിക്കാൻ പറ്റില്ല. ആ ഡാൻസിലെ കോറിയോഗ്രാഫി, ഈ ദിലീപിനെയും മോഹൻലാലിനെയും മെയിൻ നിർത്തി 10-250 ആർട്ടിസ്റ്റുകളെ ഇറക്കി ആ വിഷ്വല് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഡാൻസ് കോറിയോഗ്രാഫി അവിടെ വന്നിട്ടുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റൂല. പിന്നെ അതിന്റെ ഈ പടത്തിന്റെ മുന്നോട്ട് പോകുന്ന ആ ഇന്റർവെല്ല് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ക്യാമറ നല്ല സ്റ്റൈലാ പോയിട്ടുണ്ട്. നല്ല വേഗത്തിലും നല്ല സ്റ്റഡിയായിട്ടും സ്പീഡപ്പിലും
നമുക്ക് നല്ലത് എഫോർട്ട് ചെയ്യുന്ന രീതിയിൽ പോയിട്ടുണ്ട്. കാരണം ആ സീനെല്ലാം തന്നെ ഇവർ മാസ് സീനുകളാണല്ലോ കാണിക്കുന്നത്. അപ്പം മാസ് രീതിയിൽ ക്യാമറ പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ആ പാട്ടുകൾ എന്നുള്ളത് ഒരു മോശമല്ല. ഒരു സാഡ് സോങ് ഉണ്ട്, വിരഹത പറയുന്ന ഒരു പാട്ടുണ്ട്, പിന്നെ ഈ അടിപൊളി പാട്ട് അത്യാവശ്യം മോശമല്ല, പടത്തിന് മോശമില്ലാത്ത രീതിയിൽ അത് ഇപ്പം ഇതെല്ലാം കൂടെ വിഷ്വലൈസ് ചെയ്ത് ഇന്റർവ്യൂവിന് ശേഷം വരുമ്പോഴത്തേക്കും നല്ല പഞ്ചാണ്. നല്ല രീതിയിൽ ഒട്ടും ബോറില്ലാതെ ഇന്റർവ്യൂവിന് ശേഷം ഒട്ടും ബോറില്ലാതെ 1.5 മണിക്കൂർ നല്ല സ്റ്റൈലായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു ഫാളി തോന്നിയിരുന്നത് ആർട്ട് ഡയറക്ഷൻ. അതെന്തോ 40 കോടിയൊക്കെ ഇറക്കിയ പടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല, ഒരു 20-25 കോടിക്കകത്ത് ഇറക്കിയിട്ടുണ്ടാവും. ബാക്കിയൊക്കെ ഒരു പറയണായിരിക്കും, മോഹൻലാലിന്റെ റേറ്റൊക്കെ ഷെയർ ഒക്കെ ആയിരിക്കും. അതിപ്പോൾ എന്തോ ആയിക്കൊണ്ട് പോട്ടെ. 40 കോടി ഇറക്കിയ പടത്തിന്റെ ആർട്ട് ഡയറക്ഷനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പെട്ടിക്കടയൊക്കെ എടുത്തിടുമ്പോഴേക്ക് ഒരു ഫീല് വരുന്നുണ്ട്. പെട്ടി പല സീനിലും ഒക്കെ ഞാൻ കാര്യമാക്കണില്ല, ഒരു എന്റർടൈൻമെന്റ് സിനിമയല്ലേ, ലോജിക് അങ്ങനെ ഒന്നും ഇതില്ല. അപ്പോൾ അതൊരു ഫെയിലോർ ഫീൽ ചെയ്ത്. അങ്ങനെ ആ ഇന്റർവെല്ലിന് ശേഷമുള്ള കാര്യങ്ങളുണ്ട്. ഇന്റർവെല്ലിന് മുമ്പുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഇന്റർവെല്ലിലെ ഈ പടം എൻഡ് ആയി കഴിഞ്ഞിട്ട് എസ് കെ സൂര്യയുടെ ഒരു വരവും അത് സസ്പെൻസിൽ കൊണ്ടുപോകണതും അത് നന്നായിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് സിനിമയിൽ പോകേണ്ട വിധത്തിൽ നന്നായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ടോട്ടാലിറ്റിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരെ ഒരു എന്റർടൈൻമെന്റ് ഫിലിം കാണാനാണെങ്കിൽ നിങ്ങൾക്ക് പോയി ടിക്കറ്റ് എടുക്കേണ്ട, ബബ്ബായ്ക്ക് ടിക്കറ്റ് എടുക്കുക, ഒരു പ്രശ്നവുമില്ല. ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ നിങ്ങൾ നന്നായിട്ട് സഹിച്ചിരുന്നിട്ട് പിന്നെ ഒരു 1.5 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമ തന്നെയാണ് ഈ പടം. അപ്പോൾ ഈ പടം ഇതിൽ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഒരു എന്റർടൈൻമെന്റ് സിനിമയ്ക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ധൈര്യമായിട്ട് പോവാം. പിന്നെ ഇതിൻ്റെ പടത്തിൻ്റെ കഥയിലും അതിൻ്റെ ആഴങ്ങളോട്ടൊന്നും പറയണില്ല. അതൊക്കെ ഞാൻ അതിലൊന്നും വിളിച്ച് പറയണില്ല. ദിലീപിൻ്റെ ഒരു തിരിച്ചു വരവ്, പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഒരുപാട് അടി കിട്ടുന്നവർ കൂടുതൽ ശക്തി പ്രാപിക്കും. അതാണല്ലോ കൂടുതൽ, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ പിന്നെ അത് അതിജീവിച്ച് കൂടുതൽ ശക്തി പ്രാപിക്കും. തിരിച്ചു വരാനുള്ള ചാൻസ് കൂടെ കിട്ടിയാൽ നിങ്ങൾ അതിൻ്റെ ഡബിൾ നിങ്ങൾ കാണിക്കുകയും ചെയ്യും. അതൊക്കെ പറയാനുള്ള ചില ശ്രമങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ആദ്യമൊക്കെ കാണിക്കുന്നത്. പിന്നെ അപ്പം അതൊന്നും ഞാൻ ആരെയും കുറ്റം ഇത് പറയണില്ല. പക്ഷെ അത് ബോറായിട്ട് തോന്നാത്ത രീതിയിൽ കാണിക്കാമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് ഉള്ളൂ. അത് അല്ലാതെ രീതിയിൽ ശരി, ദിലീപിൻ്റെ നല്ലൊരു കംബാക്ക്, ഒരു എന്റർടൈൻമെന്റ് അത് വരേണ്ടത് ഉണ്ടായിട്ട് ഒരു നല്ലൊരു കംബാക്ട്. അതിൻ്റെ മറ്റ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അതൊക്കെ നന്നായിട്ട് ചെയ്തു, നന്നായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ആക്ഷൻ കോറിയോഗ്രാഫി നന്നായിട്ടുണ്ട്. കാരണം ഈ ഒരു എന്റർടൈൻമെന്റ് സിനിമയ്ക്ക് ഇത്രയും ബോറടിച്ചിട്ടിരുന്നിട്ട് ഇന്റർവ്യൂവിന് ശേഷം കത്തിക്കയറുന്ന ആക്ഷൻ കോറിയോഗ്രാഫിയിൽ നന്നായി ചെയ്തിട്ടുണ്ട്. DOP, ക്യാമറ, ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിലൊരു അഴകുഴപ്പൻ എന്ന ഒരു ഇന്റർവ്യൂവിന് ശേഷം ഒരു പൊളപ്പൻ സിനിമ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാം. മോഹൻലാലും ദിലീപും പിന്നെ സൂര്യയും പിന്നെ ശ്രീനിവാസന്റെ 2 മക്കളും പിന്നെ തമിഴിലെ നമ്മളെ പഴയൊരു നടിയും ഇവരൊക്കെ കൂടെ അഭിനയിച്ച നമ്മുടെ ബൈജു, ഇവരൊക്കെ കൂടെ അഭിനയിച്ച ചിത്രം നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഒന്ന് ജസ്റ്റ് എന്റർടൈൻമെന്റ് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് പോയി കാണാം. അത്യാവശ്യം മോശമല്ലാത്ത, മറ്റു കാര്യങ്ങളൊന്നും കടക്കാൻ താല്പര്യപ്പെടാത്ത ഒരു ആളെന്നുള്ള നിലയ്ക്ക് എന്ന് പറയാം, അതൊന്നിനോടൊന്നും എനിക്ക് കടക്കാൻ താല്പര്യമില്ല. ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് ഭയം ഭക്തി ബഹുമാനം കാണാം. മോശമല്ല, കുഴപ്പമില്ല, ജസ്റ്റ് എൻജോയ് ചെയ്യാം. സൈനിങ് ഓഫ്, നമസ്കാരം.